നമസ്കാരം പ്രിയമുള്ളവരെ, തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 2 നിയമസഭാ മണ്ഡലങ്ങളുടെ വിശകലനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. ഇനി വരുന്ന ഒരു നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലമാണ്. ഒരു പ്രത്യേകതയുണ്ട്, ആറ്റിങ്ങൽ ചിറയൻകീഴ് എന്നീ 2 സംവരണ നിയോജക മണ്ഡലങ്ങൾ അടുത്തടുത്ത് വരുന്നു എന്നാണ്. കാരണം കേരളത്തിൽ മറ്റെവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 2 സംവരണ മണ്ഡലങ്ങൾ അടുത്തടുത്ത് വരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 2021 തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ അവിടെ OS അംബിക 31,000-ൽ പരം വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി P സുധീറിനെയാണ് പരാജയപ്പെടുത്തുന്നത്. UDFനെ പ്രതിനിധീകരിച്ച് അവിടെ മത്സരിച്ചത് RSP ആയിരുന്നു. RSP 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. RSP സ്ഥാനാർത്ഥി അവിടെ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ഒരാളായിരുന്നില്ല. അദ്ദേഹം CPMന്റെ സർവീസ് സംഘടനയിലേക്ക് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പിന്നെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി RSPയിലേക്ക് വരികയാണുണ്ട്. അതെന്തായാലും RSP അവിടെ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 2021 നിയമസഭാ ഇലക്ഷനിൽ 2024 ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് അവലോകനം ചെയ്യുകയാണെങ്കിൽ അവിടെ ലോക്സഭയിൽ ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലീഡ് ചെയ്തത് അവിടെ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേന്ദ്രമന്ത്രി V മുരളീധരനാണ്. കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്തെത്തി. അടൂർ പ്രകാശ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും ഈ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം 3-ാം സ്ഥാനത്താണ് എത്തിയത്. 2026 ഇലക്ഷനിലോട്ട് എടുക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് RSPയിൽ നിന്ന് സീറ്റ് തിരികെ പിടിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിനോട് RSP ആ സീറ്റ് വേണ്ട എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. P സുധീർ BJPക്ക് വേണ്ടി അവിടെ മത്സരിക്കും എന്ന ഒരു രീതി തന്നെയാണുള്ളത്. കാരണം RSPയിൽ നിന്ന് കോൺഗ്രസ് ആ സീറ്റ് വാങ്ങിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ അവിടെ BJP വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ OS അംബിക തന്നെയായിരിക്കും അവിടെ CPMന്റെ സ്ഥാനാർത്ഥി. കാരണം അവർ ഒരു ടേം മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ OS അംബിക അവിടെ വിജയിക്കും, അതിൽ സംശയമൊന്നുമില്ല. കാരണം വലിയ രാഷ്ട്രീയ മേധാവിത്വം CPMനുള്ള ഒരു സീറ്റാണ്. പക്ഷേ RSPയുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ആ സീറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ഒരു മത്സരം നടത്തുവാൻ കഴിയും. BJPക്കും സാധ്യതയുള്ള മണ്ഡലമാണ്. ലോക്സഭയിൽ BJP അവിടെ ആ മണ്ഡലത്തിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥി മുരളീധരൻ ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് അരുവിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള അവിടെ നീണ്ടകാലം കോൺഗ്രസിന് വേണ്ടി പ്രതിനിധീകരിച്ചിരുന്നത് G കാർത്തികേയൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ലെജൻഡായ ഇതിഹാസമായ നേതാവാണ്. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം കോൺഗ്രസിന് നഷ്ടമാകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ ശബരിനാഥ് അവിടെ 5046 വോട്ടുകൾക്ക് GS സ്റ്റീഫനോട് പരാജയപ്പെടുകയായിരുന്നു. 2016 ശബരിനാഥ് A റഷീദിനെ 21,314 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ആ വോട്ട് അതിനെയും മറികടന്ന് 5,000-ൽ പരം വോട്ടുകൾക്ക് GS സ്റ്റീഫൻ വിജയിക്കുക എന്ന് പറയുമ്പോൾ CPMന്റെ GS സ്റ്റീഫൻ എന്ന് പറയുന്ന നേതാവിന് ആ മണ്ഡലത്തിലുള്ള ഒരു ആഴത്തിലുള്ള ഒരു വേരോട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഒരു ഇലക്ഷനിൽ 2026 ഈ 2 സ്ഥാനാർത്ഥികളും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടിയാൽ അവിടെ സ്റ്റീഫനായിരിക്കും വിജയം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് രാഷ്ട്രീയ നിരൂപകരൊക്കെ എത്തുന്നത്. ശബരിനാഥനെ ഒരുപക്ഷേ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിർദ്ദേശിക്കുവാനുള്ള സാഹചര്യങ്ങളും ചർച്ച ചെയ്യുകയാണ്. മറ്റൊരു പേര് ഇവിടെ കോൺഗ്രസിൻ്റെതായി ഉയർന്നു നിൽക്കുന്നത് BRM ഷഫീറിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേര് വർക്കലയിലും അതുപോലെ നെടുമങ്ങാടും അരുവിക്കരയിലും ഉയർന്നു കേൾക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും ആ മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് 2021 പിടിച്ചെടുത്ത ആ മണ്ഡലം GS സ്റ്റീഫൻ എന്ന് പറയുന്ന MLAയുടെ കരുത്തിൽ CPM നിലനിർത്തുവാൻ തന്നെയാണ് സാധ്യത എന്ന ഒരു വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് വാമനാപുരം നിയോജക മണ്ഡലമാണ്. പണ്ട് ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലമായിരുന്നപ്പോഴും പിന്നീട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമായിരുന്നപ്പോഴും മിക്കപ്പോഴും ലോക്സഭാ ഇലക്ഷനിൽ വാമനാപുരം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ നിയമസഭാ ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ 11 പ്രാവശ്യം തുടർച്ചയായി അവിടെ LDF ആണ് വിജയിച്ചിട്ടുള്ളത്. 100% സ്ട്രൈക്ക് റേറ്റ് CPMന് അവിടെ ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ കോൺഗ്രസ് പരാജയപ്പെടുന്നത് വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് എന്ന് വ്യക്തമാണ്. 2011 C മോഹനചന്ദ്രൻ കോലിയക്കോട് കൃഷ്ണൻ നായരോട് പരാജയപ്പെട്ടത് 2236 വോട്ടുകൾക്കാണ്. 2021 ശരത്ചന്ദ്ര പ്രസാദിൻ്റെ പരാജയവും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു, ചെറിയ വോട്ടുകൾക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം DK മുരളി ആനാട് ജയനെയാണ് പരാജയപ്പെടുത്തിയത്. ഇനിയൊരു ഇലക്ഷനിൽ 2024 2 സ്ഥാനാർത്ഥികളും ഏറ്റുമുട്ടിയാൽ അത് DK മുരളിക്കായിരിക്കും വിജയം. CPM ആ സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് വിശകലനങ്ങളിലൊക്കെ കാണുന്നത്. ആനാട് ജയൻ തന്നെയായിരിക്കും ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. DK മുരളിയുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. കാരണം അദ്ദേഹം 2 ടേം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊരു വിശകലനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ പരിഗണിക്കുവാനുള്ള സാധ്യത തുലവും വിരളമാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത്
നെടുമങ്ങാട് മണ്ഡലമാണ്. നെടുമങ്ങാട് മണ്ഡലം സ്ഥിരമായി പാലോട് രവി മത്സരിച്ച് വിജയിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു ഈ നെടുമങ്ങാട് മണ്ഡലം. പാലോട് രവിയും അതുപോലെ മാങ്ങോട് രാധാകൃഷ്ണൻ രണ്ടുപേരും മാറി മാറി വിജയിക്കുകയും പരാജയപ്പെടുകയും. ഒരാളെ പരാജയപ്പെടുത്തും, ഒരു പ്രാവശ്യം ഒരാൾ ജയിക്കും, മറ്റു പ്രാവശ്യം പാലോട് രവി ജയിക്കും, അടുത്ത പ്രാവശ്യം മാങ്ങോട് രാധാകൃഷ്ണൻ ജയിക്കും. അങ്ങനെ മാറി മാറി വിജയിച്ചു കൊണ്ടിരുന്ന ആ മണ്ഡലം പക്ഷേ 2001 186 വോട്ടുകൾക്കാണ് പാലോട് രവി പരാജയപ്പെടുന്നത്. 2006 85 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. അങ്ങനെ ചെറിയ വോട്ടുകൾക്ക് പാലോട് രവി പരാജയപ്പെട്ട ആ മണ്ഡലം വളരെ അപ്രതീക്ഷിതമായി 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത് 25,000 വോട്ടുകൾക്കാണ്. ആ 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് കരുതിയെങ്കിലും 25,000 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടു. പി പ്രശാന്താണ് പരാജയപ്പെട്ടത്. GR അനിൽ പിന്നീട് മന്ത്രിയായ CPIയുടെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിച്ചു. അതിനുശേഷം പാർട്ടിയിൽ ഒരുപാട് അടിയൊഴുക്കൊക്കെ ഉണ്ടായി. പ്രശാന്ത് പാർട്ടി വിട്ടു, അദ്ദേഹം CPMൽ ചേർന്നു. കാരണം പാലോട് രവിയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ പ്രശാന്തിന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പാലോട് രവിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, വോട്ട് അട്ടിമറിച്ചു, അതുകൊണ്ടാണ് തന്നെ പരാജയപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പാലോട് രവിയെ പിന്നീട് പാർട്ടി നേതൃത്വം DCC പ്രസിഡന്റാക്കിയാൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രശാന്ത് പാർട്ടി വിട്ടു. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. ഇനിയൊരു ഇലക്ഷനിൽ അവിടെ അനിൽ തന്നെയായിരിക്കും മത്സരിക്കുവാൻ സാധ്യത എന്ന വിശകലനങ്ങളാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ഒരുപക്ഷെ BRM ഷഫീറിൻ്റെ പേര് അവിടെ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ നേരത്തെ കഴക്കൂട്ടം MLA ആയിരുന്ന MA വാഹിദ്, കാരണം അദ്ദേഹത്തിൻ്റെ വീടുൾപ്പെടുന്ന പഞ്ചായത്തുകളൊക്കെ ഈ മണ്ഡലത്തിലാണ്. നേരത്തെ അദ്ദേഹം കഴക്കൂട്ടം മണ്ഡലത്തിലെ MLA ആയിരുന്നു. പക്ഷേ വാർഡ് വിഭജനത്തിന് ശേഷം അദ്ദേഹത്തിന് സ്വാധീനമുള്ള അണ്ടൂർക്കടം പോലുള്ള പഞ്ചായത്തുകൾ നെടുമങ്ങാട് മണ്ഡലത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ പരിഗണിക്കപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിൽ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഒരുപക്ഷെ ആ മണ്ഡലം പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം LDFൻ്റെ കയ്യിലിരുന്ന മണ്ഡലം ആണ് എന്ന് നോക്കണ്ട. കോൺഗ്രസിന് നല്ല വോട്ട് ബാങ്കുകളുള്ള, കോൺഗ്രസ് സ്ഥിരമായി വിജയിച്ചിട്ടുള്ള, പാലോട് രവിയൊക്കെ നേരത്തെ വിജയിച്ചിട്ടുള്ള ആ മണ്ഡലം കോൺഗ്രസ് ഒരുപക്ഷെ തിരിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന ഒരു വിശകലനം തന്നെയാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. മറ്റൊരു മണ്ഡലം കാട്ടാക്കടയാണ്. കാട്ടാക്കട IB സതീഷാണ്. മലയൻകീഴ് വേണുഗോപാലിനെ കഴിഞ്ഞ പ്രാവശ്യം 22,231 വോട്ട് വലിയ വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. PK കൃഷ്ണദാസ് BJPയുടെ സ്ഥാനാർത്ഥി 34,542 വോട്ടുകൾ പിടിച്ചു. കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം വെറും 9,000 വോട്ടുകൾക്കാണ്. മാത്രമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മണ്ഡലത്തിൽ നിന്ന് ലീഡ് ചെയ്തു. BJP സ്ഥാനാർത്ഥി V മുരളീധരൻ കേന്ദ്രമന്ത്രി ലീഡ് ചെയ്തു. BJPക്ക് ഈ മണ്ഡലത്തിൽ സാധ്യതകളുണ്ട്. നാടർ സമുദായത്തിന് വോട്ട് സ്ഥാനാർത്ഥിയാണ് എങ്കിൽ അത് വളരെ വലിയൊരു സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രത്യേകത. 2016 849 വോട്ടുകൾക്കാണ് IB സതീഷ് N ശക്തനെ പരാജയപ്പെടുന്നത്. 2023 ആയപ്പോൾ ഈ IB സതീഷ് 8,449 വോട്ടുകൾക്ക് 2016 വിജയിച്ച IB സതീഷ് ഭൂരിപക്ഷം 23,000 വോട്ടുകളായി കൂട്ടി. അപ്പോൾ IB സതീഷിൻ്റെ ഒരു സ്വാധീനം നമുക്ക് വ്യക്തമാണ്. IB സതീഷ് തന്നെയായിരിക്കും ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലം LDF നിലനിർത്താനാണ് സാധ്യത. തൽക്കാലം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന എല്ലാ മണ്ഡലങ്ങളും നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞു. ഇനി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന മണ്ഡലങ്ങളുമായി മറ്റൊരു ദിവസം കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.